ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലാസ് പുഡിംഗ് ആണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു പുഡിംഗ് ആണ്. നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് സെറ്റായി കിട്ടും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണിത്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഫിലിപ്പൈൻസിൽ പോയപ്പോഴാണ്. അവിടെ സ്ട്രീറ്റ് ഫുഡിലായാലും അല്ലാതെ വെച്ചിരിക്കുന്ന ഇതിലായാലും അവരിങ്ങനെ ഇത് വലിയൊരു ടംബ്ലറിൽ ഈ പുഡിങ് ഇങ്ങനെ നിറച്ച് വെച്ചേക്കും. അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പുഡിങ്ങുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ഇരിക്കും. ഇതിങ്ങനെ തിളക്കാറാവുമ്പോഴേക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഫിലിപ്പൈൻസിലൊക്കെ പോയപ്പോൾ കണ്ടതാണ്, അവിടെ സ്ട്രീറ്റ് ഫുഡിൽ മെയിനായിട്ട് ഈ ഗ്ലാസ് ഫ്രൂട്ട് പുഡിങ് വച്ചിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് എടുത്തത്. അത് ഒരു 2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിവിടെ ഇതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു പരുവം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം ഇനിയിപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വീണ്ടും ഒന്ന് അടിയിൽ സെറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഇതിനൊന്നും ഒരു അളവൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത് ഇന്ന ഫ്രൂട്ട്സ് വേണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സ്ട്രോബെറി, കിവി, പോംഗ്രാനേറ്റ്, ഓറഞ്ച്, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ കുറച്ച് ഗ്രേപ്സ്. ഇത് ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ഡ്രോപ്പ് പെർമിറ്റഡ് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കണം. മതിയാവും. ഇതൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കണ്ടോ, ഞാനിവിടെ 2 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. പ്ലെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സിറപ്പില്ലേ അഗറിന്റെ, അതിൽ നിന്ന് ഒരു 4 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ട്രേ എടുക്കണം. ഇതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഈ അഗറിന്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, അത് കുറേശ്ശെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് പുറത്ത് വീണ്ടും സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും നമുക്ക് ഈ ഫ്രൂട്ട്സ് കൊണ്ട് നിറച്ചിട്ട് ഇതിന് മുകളിലേക്ക് ബാക്കി സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓരോ ലെയർ വേണമെങ്കിൽ സെറ്റായ ശേഷം ഇങ്ങനെ ലെയർ ചെയ്ത് വേണമെങ്കിൽ ഒഴിക്കാം. അത്രയൊന്നും നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. വീണ്ടും നമുക്ക് ഇതിന് പുറത്തേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്രൂട്ട്സ് നിറയ്ക്ക് നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ഞാൻ ഇത് സിലിക്കോണിന്റെ മോൾഡാണ്, ഇതിനുള്ളിലേക്കും ഞാനൊന്ന് ഫില്ല് ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഈ അഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അതിന് മുകളിലേക്ക് ഫ്രൂട്ട്സ് വെക്കാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.
വീണ്ടും ഇതിന് മുകളിലേക്ക് ഈ അഗറിന്റെ സിറപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കൊടുക്കാം, ഫുള്ളാക്കി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു വെച്ചില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയൊന്നുമില്ല. ഇത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ സിലിക്കോണിന്റെ മോൾഡിലേക്ക് ഒഴിച്ചത്. അപ്പൊ ഇതിപ്പം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, സെറ്റായിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കലക്കി വെച്ചിട്ടില്ലേ നമ്മള് റെഡ് കളറ്, അത് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇതും ഞാൻ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ഇതിൽ നിന്ന് വിട്ടുവരും. കണ്ടോ, ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഏത് ടൈപ്പ് മോൾഡാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിലിക്കോണിന്റെ മോൾഡ് ആകുമ്പം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ സൈഡ് പതുക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് കണ്ടോ വിട്ടുവരും. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഗ്ലാസ് പുഡിങ്. ഗ്ലാസ് പുഡിങ് ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു പുഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട.